വളരെയധികം ഫീൽ ഗുഡായി പോകുന്ന ആദ്യ പകുതിയിൽ നിന്നും രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ രക്തരൂക്ഷിതമായ ത്രില്ലർ സ്വഭാവം കൈവരുന്ന ഒട്ടനവധി സിനിമകൾ നാം കണ്ടിട്ടുണ്ട്. തൃശൂർ എം പി സുരേഷ് ഗോപിയുടെ കാര്യവും ഏതാണ്ട് ഇതിന് സമാനമാണ്. എം പി ആയി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് സുരേഷ് ഗോപിയെ പറ്റിയുണ്ടായിരുന്ന ഇമേജ് മനുഷ്യസ്നേഹി, വിവരവും വിദ്യാഭ്യാസവുമുള്ള സിനിമാ താരം എന്നൊക്കെയായിരുന്നു. എന്നാൽ തൃശൂരിന്റെ എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള സുരേഷ് ഗോപി മലയാളിക്ക് കേട്ടുപരിചയമുള്ള സുരേഷ് ഗോപി അല്ല. പരാതിയുമായി എത്തുന്ന ജനങ്ങളോട് ക്ഷുഭിതനാകുന്ന, പൊതുജനത്തെ പ്രജയായി കാണുന്ന, നിരന്തരം രാഷ്ട്രീയപരമായ വിഡ്ഢിത്തങ്ങൾ സംസാരിക്കുന്ന ഒരാളെയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികാരം ഒരു മനുഷ്യനെ ഇത്തരത്തിൽ പരിവർത്തനം ചെയ്തതാണോ, അതോ അധികാരം കിട്ടാൻ വേണ്ടി സിനിമയിൽ എന്നതുപോലെ അയാൾ പൊതുമധ്യത്തിലും അഭിനയിക്കുകയാണോ എന്നതാണ് ഇതെല്ലാം കാണുമ്പോൾ തോന്നിപ്പോകുന്നത്. സുരേഷ് ഗോപിയുടെ പൊതുജനം പ്രജകളാണെന്ന പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നതിന് ശേഷവും അതേ പരാമർശം നടത്തുകയാണ് സുരേഷ് ഗോപി. ഇത് ജനാധിപത്യമാണ്, പ്രജകളും രാജാക്കന്മാരുമല്ല. ഇവിടെയുള്ളത് പൗരന്മാരും പൗരാവകാശങ്ങളുമാണ്. നിവേദനവുമായി ഒരു വയോധികൻ മുന്നിലെത്തുമ്പോൾ അതൊന്ന് വാങ്ങി വായിച്ചു നോക്കാൻ പോലും കൂട്ടാക്കാതെ ഇത് എം പിയുടെ പണിയല്ല, പഞ്ചായത്തിൽ പോയി പറയൂ എന്ന് സുരേഷ് ഗോപിയെ കൊണ്ട് പറയിക്കുന്നത് ഇപ്പോഴും അദ്ദേഹത്തിനുള്ള രാജഭരണ ഓർമ്മകളാണ്. പൗരന്മാരെ തനിക്ക് സമന്മാരായ മനുഷ്യരായി കാണുന്ന ജനാധിപത്യാശയം സുരേഷ് ഗോപിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. സുരേഷ് ഗോപിയുടെ ഓരോ കലുങ്ക് സംവാദങ്ങളും ഓരോ പുതിയ വിവാദത്തിനുള്ള വേദിയായി മാറുകയാണ്. മുൻപ് തന്റെ ശമ്പളം മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലുണ്ട് എന്ന പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്നും സുരേഷ് ഗോപിയുടെ കനിവിനെ കഞ്ഞിപ്പാത്രം നീട്ടിയിരിക്കുന്നവരല്ല പൊതുജനങ്ങളെന്നും വിമർശനങ്ങൾ ഉയർന്നു. ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ഭാഷയും രീതികളുമാണ് സുരേഷ് ഗോപിയിൽ നിന്നും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെന്നുള്ള അഭിപ്രായങ്ങളും ഉയർന്നിരുന്നു. ഈ വിമർശനങ്ങളിൽ നിന്ന് ഒരു പാഠവും സുരേഷ് ഗോപി പഠിച്ചില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം കലുങ്ക് സംവാദത്തിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം. നേരത്തെ ഞാൻ ശമ്പളം മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലാണെന്ന് പറഞ്ഞത് വിവാദമായിരുന്നു. പാലക്കാട് കേരളത്തിന്റെ അന്നപാത്രമാണ്. ഇനി കഞ്ഞിപ്പാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ചില നപുംസകങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടമാകുമോ എന്നറിയില്ല എന്നായിരുന്നു സുരേഷ് ഗോപി പ്രസംഗിച്ചത്. കേവലം ഒരു സിനിമാ താരമല്ല സുരേഷ് ഗോപി, തൃശൂരിന്റെ എം പിയാണ്, കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെ ഒരാളുടെ വായിൽ നിന്നാണ് നപുംസകം പരാമർശം ഉണ്ടാകുന്നത്. തനിക്കെതിരെ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെ നപുംസക പരാമർശങ്ങൾ നടത്തുന്ന സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം വിമർശിക്കപ്പെടേണ്ടതാണ്. ഒരിക്കലും കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയമല്ല സുരേഷ് ഗോപി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു രാഷ്ട്രീയ സംസ്കാരം സുരേഷ് ഗോപിക്ക് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. മുൻകാലങ്ങളിൽ കേന്ദ്രമന്ത്രി എന്ന പദവി അലങ്കരിച്ച ഏതെങ്കിലും ഒരു നേതാവിന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നിരന്തരം കേരളം കേട്ടിട്ടില്ല. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ എത്രയും അധികം വിവാദ പ്രവൃത്തികളും പരാമർശങ്ങളുമാണ് സുരേഷ് ഗോപിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. സിനിമാ താരങ്ങളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത് സംബന്ധിച്ച വിഷയത്തിൽ സ്വർണ്ണപ്പാളി വിവാദം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തെ രണ്ടുപേരെ ത്രാസിൽ കയറ്റി ഇളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. പ്രജാവിവാദം സ്വർണ്ണ ചർച്ച മുക്കാൻ വേണ്ടിയാണ്, എല്ലാം കുൽസിതമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സുരേഷ് ഗോപി ഇതിലൂടെ എന്താണ് കേരളത്തോട് സംവദിക്കാൻ ശ്രമിക്കുന്നത്? സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടായിട്ടുള്ളത് കേരളത്തിലാണ്. ആ പ്രതിഷേധത്തിൽ ശ്വാസം മുട്ടുന്നത് സംസ്ഥാന സർക്കാരിനുമാണ്. അതേസമയം സിനിമാ താരങ്ങളുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് താനും. അപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിവാദങ്ങൾ കേരളത്തിൽ ഉയർന്നു വരുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ അന്വേഷണ ഏജൻസികൾ റെയ്ഡ് നടത്തുകയാണെങ്കിൽ അതിന്റെ അർത്ഥം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് തന്നെയല്ലേ? അല്ലാത്ത പക്ഷം എന്താണ് സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി തന്നെ പറയുന്നത്? താരങ്ങൾക്കെതിരായ ഇ ഡി റെയ്ഡ് സ്വർണ്ണപ്പാളി വിവാദം മുക്കാനാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരിച്ചറിഞ്ഞതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. സാധാരണയായി കേന്ദ്ര സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോഴാണ് ഇ ഡി അന്വേഷണവുമായി ഇറങ്ങുന്നത്. എന്നാൽ ഇവിടെ സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയിലായപ്പോഴാണ് ഇ ഡി അന്വേഷണവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഒരു അവിശുദ്ധ രാഷ്ട്രീയ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇ ഡി ഇറങ്ങിയതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അതേക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകുമെന്നായിരുന്നു ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ആഴ്ചയിൽ ഒരു വിവാദ പരാമർശമെങ്കിലും നടത്തണമെന്നതാണ് സുരേഷ് ഗോപിയുടെ സമീപനം എന്ന് തോന്നുന്നു. സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദങ്ങൾ വിവാദ സംവാദങ്ങളായി മാറുന്ന കാഴ്ചയാണ്. കേന്ദ്രമന്ത്രി എന്ന പദവി അലങ്കരിക്കുന്ന ഒരാളിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത പരാമർശങ്ങളും അഭിപ്രായങ്ങളുമാണ് സുരേഷ് ഗോപിയിൽ നിന്നും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്തരം പരാമർശങ്ങളിൽ വിമർശനങ്ങൾ ഉയരുമ്പോൾ തന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തിരുത്താനല്ല, വിമർശകരെ അധിക്ഷേപിക്കാനാണ് സുരേഷ് ഗോപി ശ്രമിക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ സഭയിലെത്തിക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കാനുമായി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് സുരേഷ് ഗോപി. എന്നാൽ അദ്ദേഹം ജനങ്ങളെ പ്രജകളെ കാണുന്ന രാജഭരണകാലത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. സിനിമാ താരങ്ങൾക്കെതിരായ ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ സുരേഷ് ഗോപിയുടെ പ്രതികരണം കേരളത്തോട് സംസാരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. പതുപോലെ ആ പഴിയും മാധ്യമങ്ങളുടെ തലയിലിട്ട് ഒഴിഞ്ഞു മാറാൻ ഇവിടെ സുരേഷ് ഗോപിക്ക് കഴിയില്ല. കാണാനും കേൾക്കാനും ചിന്തിക്കാനും ശേഷിയുള്ള ഒരു ജനത താങ്കളുടെ പ്രവർത്തികളെ വിലയിരുത്തുന്നുണ്ടെന്ന് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി ഇടയ്ക്കൊക്കെ ഓർക്കുന്നത് നന്നായിരിക്കും.